KSRTC കൊട്ടാരക്കര ബസ് സ്റ്റേഷനിലെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ബസ് ടെർമിനൽ നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനമാണ് നമ്മളിവിടെ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാർ നിർവഹിക്കുന്നത്. ബസ് സ്റ്റാൻഡ് ഇങ്ങനെ പുതിയ ബസ് സ്റ്റാൻഡ് ഞാൻ ഈ പറഞ്ഞ പുതിയ മോഡലായതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്ത് നിർമ്മിക്കേണ്ടതല്ല, വളരെ ചുരുക്കത്തിൽ തന്നെ നിർമ്മിച്ച് പൂർത്തീകരിക്കാൻ പറ്റുന്ന ബസ് സ്റ്റാൻഡാണ് വരുന്നത്. അത് കൊട്ടാരക്കരയ്ക്കൊരു തിലകക്കുറിയാവും. കാരണം കൊട്ടാരക്കരയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ കൊട്ടാരക്കരയെ സംബന്ധിച്ച് ഒരു തിലകക്കുറിയാവുന്ന ഏറ്റവും ആധുനികമായ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കമാണ് ഇവിടെ ഇന്ന് കുറിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡുകളിലൊന്ന് KSRTC ആണ്. ഇന്ത്യയിൽ നേരത്തെ പറയുമായിരുന്നു എയർ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ബ്രാൻഡാണ്, LIC ഒരു പ്രധാനപ്പെട്ട ബ്രാൻഡാണ്. അതുപോലെയാണ് ആ രണ്ട് ആനയും നടുക്ക് ശംഖുമുദ്രയുമുള്ള KSRTC എന്ന പേര് കേരളത്തിൽ എല്ലാവർക്കും അംഗീകാരമുള്ള അറിയുന്നൊരു ബ്രാൻഡാണ്. അതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു സെൻറ്ററായിട്ട് നമ്മുടെ കൊട്ടാരക്കരയിലെ പുതിയ ഈ കേന്ദ്രം മാറും, ബസ് സ്റ്റാൻഡ് മാറും, എല്ലാ സൗകര്യങ്ങളും മാറും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നമ്മുടെ ഈ സന്തോഷകരമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതായി അതിന് തുടക്കം കുറിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളിന്ന് കൊട്ടാരക്കരയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറുന്ന ഒരു ദിവസമാണ്. കൊട്ടാരക്കരയുടെ ചരിത്രത്തിൽ 60കളിൽ നിർമ്മിച്ച കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ കേരളത്തിലെ തമ്പാനൂർ, കൊട്ടാരക്കര, തൃശ്ശൂർ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷൻ. ഏറ്റവും കൂടുതൽ ബസ്സുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയുടെ ബസ് സ്റ്റാൻഡിനെ ഇത്രയും വളർത്തിയെടുത്തത് എൻ്റെ പിതാവ് ശ്രീ R. ബാലകൃഷ്ണ സാറാണെന്ന് എല്ലാവർക്കും അറിയാം. എവിടുന്ന് വണ്ടി ഓടിച്ചാലും കൊട്ടാരക്കരയ്ക്കാണ്. ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി കൊട്ടാരക്കരയുടെ മണ്ണിൽ ഞാൻ ജനിച്ച് വളർന്ന മണ്ണാണ് കൊട്ടാരക്കര. എന്നെ വളർത്തിയത് പത്തനാപുരമാണെങ്കിലും ഞാൻ ജനിച്ചതും സ്കൂളിൽ പഠിച്ചതും ഒക്കെ കൊട്ടാരക്കരയാണ്. ആ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ഇത്ര നല്ലൊരു ബിൽഡിംഗ് നിർമ്മിക്കാൻ ശ്രീ ബാലഗോപാലുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അത്യധികമായ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ബാലഗോപാൽ KSRTCയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള സഹായത്തിന് KSRTC ജീവനക്കാർക്ക് വേണ്ടിയും KSRTCക്ക് വേണ്ടിയും എൻ്റെ വ്യക്തിപരമായുള്ള നന്ദി ശ്രീ ബാലഗോപാലിനെ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.